പീച്ചാട് പ്ലാമല മേഖലയിലെ കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മേഖലയിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാരും വനം വകുപ്പും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളും വീടും തകർത്തിരുന്നു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല മേഖലയിലെ കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. പ്രദേശത്ത് കാട്ടാനശല്യവും കാട്ടാനാക്രമണവും രൂക്ഷവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം പ്രദേശവാസികളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും വീട് തകർക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നുണ്ടെങ്കിലും കാട്ടാനശല്യത്തിന് ഇതുവരെ മുൻകരുതലോ നടപടികളോ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പള്ളിവാസൽ പഞ്ചായത്തിലെ പ്ലാമല ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കാട്ടാന കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഷെഡുകൾ തകർക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് സ്ഥലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് സന്ദർശിക്കുകയുണ്ടെങ്കിൽ പോലും യാതൊരു മുൻകരുതലുകളോ നടപടികളോ ഇന്നേ നാൾ വരെ സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിഷയത്തിൽ സർക്കാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് ഗുണശേഖരൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കറുകളോളം കൃഷി നശിപ്പിക്കുകയും വീട് തകർക്കുകയും ചെയ്തിരുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് പ്രദേശവാസികൾക്കുണ്ടായത്. ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടാനയെ പ്രദേശത്തു നിന്നും തുരത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.